വീട്ടിലേക്ക് കയറി വരുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മദീനയുടെ പൂന്തോപ്പിലേക്ക് കടന്നു വന്നുകൊണ്ട് പറയുന്ന നബിയേ, ഞാൻ വിശന്നവനാ നബിയേ, 2-3 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് നബിയേ, എനിക്ക് ജോലിയില്ല നബിയേ, എന്റെ വീട്ടിൽ എന്റെ ഉമ്മ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളാ, എന്റെ ഭാര്യ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളാ, എന്റെ പ്രിയപ്പെട്ട മക്കളെ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി നബിയേ, തങ്ങളെ സഹായിക്കണോ നബിയേ, തങ്ങളെ സഹായിക്കണോ നബിയേ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്ന സഹാബാ, ويطعمون الطعام على حبه مسكينا ويتيما ويسيرا. ആദ്യം നമ്മൾ പഠിച്ചു പോയിന്റ് എന്താ? പരസ്പരം കണ്ടാൽ സലാം പറയാം. പരസ്പരം കണ്ടാൽ സലാം പറയാന്ന് പറഞ്ഞാല് പരസ്പരം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് തമ്മിൽ നിന്നാണ്. ഇപ്പൊ പരസ്പരം എന്ന് പറയുമ്പോൾ പല ഉദ്ദേശത്തിലും പോവും. അത് നിങ്ങൾക്ക് പെട്ടെന്ന് തിരിയില്ല, ഉമ്മമാർക്ക് പെട്ടെന്ന് തിരിയും. പരസ്പരം എന്ന് കേൾക്കുമ്പോ പെങ്ങന്മാർക്ക് പെട്ടെന്ന് തിരിയും. കാരണം എന്താ? ഉസ്താദ് പറഞ്ഞു പരസ്പരം തമ്മിൽ പരസ്പരം കണ്ടാൽ സലാം പറയണം. അപ്പൊ ഒരു കുട്ടി എണീറ്റ് കൊണ്ട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഉസ്താദ് ചന്ദ്രമഴ കണ്ടാലും സലാം പറയേണ്ടി വരും. കാരണം എന്താ? പരസ്പരം ഒരു സീരിയലിന്റെ പേരാ, നഊദുബില്ല. പരസ്പരം കണ്ടാൽ സലാം പറയണമെങ്കിൽ ചന്ദ്രമഴയും സീരിയലിന്റെ പേരാ അല്ലേ? പരസ്പരം എന്ന് ഉദ്ദേശിച്ച തമ്മിൽ കണ്ടാൽ സലാം പറയുക എന്നാ. എന്റെ പ്രിയപ്പെട്ടവരെ, മുത്തുനബി പഠിപ്പിക്കുകയാണ് രണ്ടാമത്തത്. അസ്റാഹീൽ വരുമ്പോ നല്ല രൂപത്തിൽ വരണമെങ്കിലോ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്നു, യുത്ഇമൂന തആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ. ഉമറേ, കടന്നു വന്നതാരാണെന്നറിയോ? ഒരു പാവപ്പെട്ട മനുഷ്യനല്ലേ കടന്നു വന്നത്. ഭക്ഷണം കഴിച്ചിട്ട് 2-3 ദിവസങ്ങളായ പ്രിയപ്പെട്ടവനാ. ആ പാവപ്പെട്ടവനെ ഭക്ഷിപ്പിക്കണേ. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാ പ്രിയപ്പെട്ടവരെ. അസ്റായീല കടന്നു വരുമ്പോ സാലിഹായ രൂപത്തിലൂടെ കടന്നു വരേണ്ട പെങ്ങളെ, അസ്റായീലിന്റെ ഹലറത്തിലേക്ക് കടന്നു വരുമ്പോ നല്ല രൂപത്തിൽ കടന്നു വരേണ്ട ഉപ്പ ആഗ്രഹിക്കുന്നുണ്ട്. ശ്രദ്ധിച്ചോ. വയതുഇമൂന തആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമാ. പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള മനസ്സ് വേണോ? പാവപ്പെട്ടവരെ സഹായിക്കാനുള്ള മനസ്സ് വേണോ? പാവപ്പെട്ട ആളുകൾ വീട്ടിലേക്ക് വരുമ്പോ, ഫക്കീറന്മാര് വീട്ടിലേക്ക് വരുമ്പോ, പിരിവുകാര് വീട്ടിലേക്ക് വരുമ്പോ, പാവപ്പെട്ടവർ ഭക്ഷണം തേടി വരുമ്പോ, വസ്ത്രം ചോദിച്ചു വരുമ്പോ, ഒരു തൊണ്ട് നാണയം ചോദിച്ചു വരുമ്പോ വാതിലെ കൊട്ടിയടിക്കല്ലേ തങ്ങളെ, വാതിലെ കൊട്ടിയടച്ചിട്ട് ഒരാളില്ല എന്ന് പറയല്ലേ. കാരണം അസ്റായീലിന്റെ മുന്നിലേക്ക് കടന്നു വരുന്നത് എപ്പോഴാ, എവിടെ വെച്ചാ ഒന്നും പറയാൻ പറ്റില്ല പെണ്ണേ. അതുകൊണ്ട് പാവപ്പെട്ട ആളുകൾ വീട്ടിലേക്ക് കടന്നു വരുമ്പോ എന്തെങ്കിലും കൊടുത്തുകൊണ്ട് സഹകരിക്കാ മറന്നു പോകല്ലേ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, വയതുഇമൂന തആമ അലാ ഹുബ്ബിഹി. നീ സ്നേഹിക്കുന്നവനേക്കാ, നീ ഇഷ്ടപ്പെടുന്നവനേക്കാ പാവപ്പെട്ടവർക്ക് നീ ഭക്ഷണം കൊടുക്കാനാ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്നത്. വയതീമാ മിസ്കീനാ. ഒരു യതീമിന് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാ, ഒരു മിസ്കീനായ പാവപ്പെട്ട മനുഷ്യൻ വീട്ടിലേക്ക് കയറി വരുമ്പോ ഒരു 10 രൂപ എടുത്തു കൊടുത്താ, അതല്ലെങ്കിൽ നീ അല്പം ഭക്ഷണം കൊടുത്താ, ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താ, ഇനി ഒന്നുമില്ലെങ്കിലും നല്ല വാക്ക് പറഞ്ഞിട്ടാ മനുഷ്യനെ നീ തിരിച്ചെടുത്താ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാ. നിന്റെ ഹലറത്തിലേക്ക് അസ്റായീല് കടന്നു വരുമ്പോ നല്ല രൂപത്തിലാ കടന്നു വരുന്നത്. അല്ലാഹുവേ, അല്ലാഹുവേ, നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ. പാവപ്പെട്ടവരെ സഹായിക്കുക വലിയ സ്ഥാനമാണ് ഇസ്ലാം കൊടുത്തത്. അക്രിം ജാറക വലൗ കാന കഫറ. അയൽവാസി അമുസ്ലിമാണെന്ന് നോക്കാൻ പാടില്ല. അയൽവാസി കാഫിറാവട്ടെ, അവൻ ഹിന്ദു ആവട്ടെ, അവൻ ക്രിസ്ത്യവനാവട്ടെ, അവനെ മതം നോക്കിയിട്ട് നീ സഹായിക്കാതിരിക്കാൻ പാടില്ല. ആരാണെങ്കിലും നീ സഹായിച്ചോളണം. വിശുദ്ധമായ ഇസ്ലാമിന്റെ ഹിസ്റ്ററി നോക്ക് പ്രിയപ്പെട്ടവരെ.
നിന്റെ വീടിന്റെ അയൽപക്കത്തുള്ളവൻ ഹൈന്ദവനാണെന്ന് നീ നോക്കണ്ട. നിന്റെ വീട്ടിൽ നീ ബിരിയാണി വെക്കുകയാണെങ്കിൽ നിന്റെ സഹോദരന് നീ കൊടുക്കണം, നിന്റെ അയൽവാസിക്ക് നീ കൊടുക്കണോ. നിന്റെ വീട്ടിലൊരു സൽക്കാരം വെക്കുകയാണെങ്കിൽ, നിന്റെ വീട്ടിലൊരു കല്യാണം നടത്തുകയാണെങ്കിൽ, എന്ത് പ്രോഗ്രാം സംഘടിപ്പിച്ചാൽ നിന്റെ അയൽവാസിയെ കൂട്ടാതെ നീ സംഘടിപ്പിച്ചു കഴിഞ്ഞാ അനബരി ഒന്നോ ഞാൻ എന്നിൽ നിന്ന് ഒഴിവാ. ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചതെന്താണെന്നറിയോ? സ്വന്തം പൊന്നുമോളെ, സ്വന്തം പ്രിയപ്പെട്ട ഭാര്യയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാൻ നിന്റെ കയ്യിൽ കാശില്ലെങ്കിലോ, നിന്റെ കൂട്ടുകാരെ വന്ന് സഹായം ചോദിക്കുമ്പോ, നിന്റെ അയൽവാസികൾ വന്ന് സഹായം ചോദിക്കുമ്പോ എടുത്തോളത്ത് സഹായിച്ചോ ചെറുപ്പക്കാരാ, എടുത്തോട്ട് സഹായിച്ചോ പെണ്ണുകളോ. കാരണം നമ്മുടെ നേതാവ് പഠിപ്പിച്ചതെന്താണെന്നറിയോ? നിന്റെ പ്രിയപ്പെട്ട പെണ്ണുമോളെ നീ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ നിൽക്കുകയാ. നിന്റെ കയ്യിൽ കാശില്ല എങ്കിലോ, നിന്റെ കയ്യിൽ തുച്ഛമായ കാശാവുള്ളതെങ്കിലോ അലാഹുദ്ദിഹി അല്ലാതെ ഉറങ്ങാ പഠിപ്പിച്ചില്ലേ? മിസ്കീനം വയത്തീമൻ യാസീറാ. പാവപ്പെട്ടവൻ നിന്റെ അടുക്കലേക്ക് വന്നു കഴിഞ്ഞാ എന്റെ പ്രിയപ്പെട്ടവരെ, ആ പാവപ്പെട്ടവനെ പറഞ്ഞുവിട്ടത് പടച്ചുകൊണ്ടുവരാനാ. നിന്റെ അടുക്കലേക്ക് സഹായം ചോദിക്കാൻ പറഞ്ഞുവിട്ടതാരാ? ഒരു പിരിവുകാരൻ നിന്റെ വീട്ടിലേക്ക് വരുമ്പോ, ഒരു പാവപ്പെട്ട ഉമ്മ നിന്റെ വീട്ടിലേക്ക് വരുമ്പോ അവർ നിന്റെ വീട്ടിലേക്ക് പറഞ്ഞുവിട്ടതാരാ? അത് അഖിലാണ്ടത്തിന്റെ അധവനായ പടച്ചുകൊണ്ടുവരാനാ. ആ റബ്ബ് നിന്റെ വീട്ടിലേക്ക് ഒരാളെ കടത്തിവിടുമ്പോ അവനെ മടക്കി അയക്കല്ലേ. അസ്രായീൽ വരുമ്പോ നല്ല രൂപത്തിൽ വരണമെങ്കിലോ മുത്തായ നബി തങ്ങളെ പഠിപ്പിക്കുകയാണ്. രണ്ടാമത്തത് പാവപ്പെട്ടവരെ സഹായിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാൻ. എല്ലാവരും നല്ല സദഖ കൊടുക്കുക, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ കൊടുക്കുന്ന ഈ സദഖയുടെ ബറക്കത്ത് കൊണ്ട് എന്താണ് കയ്യിലോ അത് കൊടുക്കുക. അത് ചെറിയ സംഖ്യയാണെങ്കിലും അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. അതിന്റെ കാരണം കൊണ്ട് അസ്രായിൽ അലൈഹി സ്വലാത്തു വസ്സലാം വരുമ്പോ സാലിഹായ രൂപത്തിൽ കടന്നു വരുന്ന രൂപത്തിൽ അല്ലാഹു അവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ കൊടുക്കുന്ന സദഖയുടെ ഇരട്ടി ഇരട്ടി എത്രയോ ഇരട്ടി പടച്ച തമ്പുരാൻ ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് കാണിച്ചു തരുമാറാവട്ടെ. മഹദിയായ സയ്യിദത്തുൻ നിസാ ബീബി ഫാത്തിമ റളിയല്ലാഹു അൻഹാ പ്രിയപ്പെട്ട ഉമ്മമാര് പഠിച്ചു വെച്ചോ. ഇസ്രായേൽ അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വരുമ്പോ നല്ല രൂപത്തിൽ വരണമെങ്കിൽ ഇസ്രായേൽ വരുന്ന രണ്ട് രൂപമുണ്ട്. ഞാനത് വിശദീകരിക്കും ഇൻഷാ അല്ലാഹ്. പേടിപ്പെടുത്തുന്ന രംഗങ്ങളാ നാളത്തെ പ്രഭാതത്തിൽ വരാനുള്ളതാണ്. മഹദിയായ ബീവി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാ. അല്ലാഹുവേ ഫാത്തിമ ബീവിയുടെ കൈപിടിച്ച് സ്വർഗത്തിൽ പോവാ. ഈ സ്വർഗത്തിന്റെ പൂന്തോപ്പിലേക്ക് വന്ന ഉമ്മമാർക്ക് പെണ്ണന്മാർക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ, നീ ഭാഗ്യം നൽകണേ അല്ലാ. സുരലോക സ്വർഗത്തിൽ സ്വാഗതപ്പോ റാണിയാമേ സുന്ദരി മാണി ബീവി ഫാത്തിമ റളിയല്ലാഹ്. അകമേലോ മേഘണ്ടുള്ള സുറോമക്കൾ കാണിയാലോ സുരണ്ടില സൂററാണി ഫാത്തിമ റളിയല്ലാഹ്. സുരലോക സ്വർഗത്തിൽ സ്വാഗതപ്പോ റാണിയാമേ സുന്ദരി മാണി ദേവി ഫാത്തിമ റളിയല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലവളെന്ന് പഠിപ്പിച്ചല്ലോ. സുഖലോലപതി ഇറങ്ങുന്ന സ്വർഗമുണ്ടല്ലോ. സ്ത്രീകളെ കൂട്ടത്തിലല്ലോ, പെണ്ണുങ്ങളെ കൂട്ടത്തിലല്ലോ. ആദ്യമായിട്ട് സ്വർഗത്തിലേക്ക് കടക്കുന്നതാരാ എന്റെ പ്രിയമുള്ളവരെ? അത് മഹദിയായ ഫാത്തിമയാ, ഫാത്തിമയാ. അല്ലാഹുവേ, അല്ലാഹുവേ,
ഫാത്തിമായുടെ കൈപിടിച്ച് സ്വർഗത്തിൽ പോവാ. ഈ CM നഗറിലേക്ക് വന്ന ഉമ്മമാക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ, നീ ഭാഗ്യം നൽകണേ അല്ലാ. ആമീൻ പറയാൻ ആവേശം കാണിക്കുന്നവരെ, ഫാത്തിമായുടെ കൈപിടിച്ച് സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഉമ്മമാരെ, പഠിച്ചു വെച്ച പെങ്ങളെ, പഠിച്ചു വെച്ച ഉമ്മ, ഫാത്തിമായുടെ ജീവിത ചരിത്രം പഠിച്ചു വെച്ചോ. പാവപ്പെട്ടൻ വീട്ടിലേക്ക് വരുമ്പോ വാതില് കെട്ടി അടക്കുന്നവരുണ്ടെങ്കിൽ കൈക്കളെ. പാവപ്പെട്ടവൻ വീട്ടിന്റെ പുറത്തു നിന്ന് ബെല്ലടിക്കുമ്പോ അറിയാത്തതുപോലെ വാതില് തുറക്കാതുന്നവരുണ്ട്, കേട്ടുമെന്നോ. ഇവിടെ ആളില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിരിവുകാരെ തിരിച്ചുവിടുന്നവരെ കേട്ടോ. മഹതിയായ ഫാത്തിമാ ബീവി റളിയല്ലാഹു അൻഹ ഒരുപാട് ദിവസമായി പട്ടിണി കിടക്കുകയാണ്. പ്രിയപ്പെട്ട ഭർത്താവ് അലി റളിയല്ലാഹുവിനോട് പറയുന്ന, ഭർത്താവേ, ഇവിടെ ഭക്ഷണമില്ല. നമ്മൾ നോമ്പ് നോൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരുപാട് ആളുകൾ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പെടുക്കുന്നവരുണ്ട്. നമ്മൾ നോമ്പെടുക്കുന്നതെന്ന് സുന്നത്ത് പ്രതീക്ഷിച്ചുകൊണ്ടാ. മഹതിയായ ഫാത്തിമാ ബീവി റളിയല്ലാഹു അൻഹ തുടർച്ചയായിട്ട് 2 മാസം നോമ്പ് നോറ്റ മഹതിയാ. കാരണം എന്താണെന്നറിയോ? വ്യാഴാഴ്ചയുടെ ഫളീലത്ത് പ്രതീക്ഷിച്ചുകൊണ്ടല്ല, തിങ്കളാഴ്ചയുടെ ശ്രേഷ്ഠത മനസ്സിലാക്കിക്കൊണ്ടല്ല, വീട്ടിൽ കഴിക്കാൻ ഭക്ഷണമില്ലാത്തതുകൊണ്ട്. അല്ലാഹുവേ, ആ ഫാത്തിമായുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നന്നാക്കണേ അല്ലാ. വീട്ടിൽ കഴിക്കാൻ ഭക്ഷണമില്ലാത്ത കാരണം കൊണ്ട് ഫാത്തിമാ ബീവി റളിയല്ലാഹു അൻഹ നോമ്പ് നോൽക്കുകയാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, പഠിച്ചു വെക്കേ പെങ്ങളെ, ഓർമ്മപ്പെടുത്തുകയാ ഉമ്മമാരെ. ഫാത്തിമ മാത്രമല്ല നോമ്പ് നോൽക്കുന്നത്, അവിടത്തെ മക്കളായ ഹസൈൻ റളിയല്ലാഹു അൻഹു വരെ നോമ്പ് നോൽക്കുകയാ. സയ്യിദനാ അലി റളിയല്ലാഹു അൻഹു നോമ്പ് നോൽക്കുകയാ. കാരണം എന്താണെന്നറിയോ? കഴിക്കാൻ ഭക്ഷണമില്ല, ചോറ് വെക്കാൻ അറിയില്ല, കറി വെക്കാൻ സാധനങ്ങളില്ല. ഇങ്ങനെ കഷ്ടപ്പെടുന്ന സമയത്ത് ഫാത്തിമാ ബീവിയും മക്കളും നോമ്പ് നോൽക്കുമ്പോ പ്രിയപ്പെട്ട ഭർത്താവിനോട് പറയുകയാ, ഹരിയാരങ്ങളെ, നോമ്പ് തുറക്കാൻ സമയമായി തുടങ്ങുകയാ. മഗ്രിബ് ബാങ്ക് കൊടുക്കാൻ മണിക്കൂറുകൾ മാത്രമാ ബാക്കിയുള്ളത്. നമ്മൾ മാത്രമല്ലോ നോമ്പ് നോറ്റത്, നമ്മളെ പ്രിയപ്പെട്ട മക്കൾ വരെ നോമ്പ് നോറ്റിട്ടുണ്ടല്ലോ. ആ പ്രിയപ്പെട്ട മക്കൾക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് വല്ല ആഹാരവും കൊടുക്കണ്ട ഹലിയേ. അതുകൊണ്ട് തങ്ങളെന്ന് പുറത്തു പോയി നോക്കേ, തങ്ങളെന്ന് പുറത്തു പോയി നോക്കിയാ ആരെങ്കിലും തങ്ങൾക്ക് ഭക്ഷണം തന്നാ, ആരെങ്കിലും തങ്ങൾക്ക് വല്ലതും തന്നാ, അതുകൊണ്ട് വന്നിട്ട് നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് കൊടുത്ത് വിശപ്പടക്കാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മഹതിയായ ഫാത്തിമായുടെ വാക്ക് കേട്ടിട്ട് മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു വീട് വിട്ടിറങ്ങുകയാ. അല്ലാഹുവേ, എന്തൊരവസ്ഥയാ എന്റെ പ്രിയപ്പെട്ടവരെ. മഹാനായ അലി റളിയല്ലാഹു അൻഹു വീട് വിട്ടിറങ്ങുകയാ. പരിസരത്തെല്ലാം പോയി നോക്കുകയാ. അവസാനമതാ ഒരു പ്രിയപ്പെട്ട സഹോദരന്റെ തൊടുവിൽ ചെന്ന് ജോലിയെടുക്കുകയാ. അവന്റെ തോട്ടത്തിൽ ചെന്ന് പണിയെടുക്കുകയാ. തുച്ഛമായ ശമ്പളം ലഭിച്ചപ്പോ അതുകൊണ്ട് കൃത്യം 2 ഉറുമാമ്പഴം വാങ്ങുകയാ. അതാർക്ക് കൊടുക്കാനാണെന്നറിയോ? അരിയാരങ്ങൾക്ക് ഭക്ഷിക്കാനല്ല, ഫാത്തിമാ ബീവിക്ക് നോമ്പ് തുറക്കാനല്ല. എന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കൾ നോമ്പ് നോക്കിയിട്ടുണ്ട്. മഹാനായ ഹസൈൻ ഹുസൈൻ നോമ്പ് നോക്കിയിട്ടുണ്ട്.